ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഈ ഒരു വൈറ്റ് A4 ഷീറ്റ് വെച്ചിട്ട് ഫ്ലവർ ക്രൗൺ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് ഹെഡ് ബാൻഡ്, നമ്മൾ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ധരിക്കുന്ന ക്രൗൺ, ബർത്ത്ഡേ ആനിവേഴ്സറിക്കൊക്കെ ധരിക്കുന്ന ഹെഡ് ബാൻഡൊക്കെ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പെയിൻ്റാണ് വേണ്ടത്. പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക, ഏത് പെയിൻറ്റും എടുക്കുക. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് വെള്ളം ആഡ് ചെയ്യുക. ഒരു ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ A4 ഷീറ്റിൻ്റെ പകുതി വരെ നമുക്കിതുപോലെ ഒന്ന് ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലെ A4 ഷീറ്റ് ലൈറ്റ് ഷെയ്ഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ എല്ലാവരുടെ കളർ A4 ഷീറ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ ഇല്ലാത്തവർക്കും ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ പകുതി വരെ ഈ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പകുതി വരെ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ സാപ്പ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ കളർ എടുക്കാം. അപ്പോൾ പകുതി ഇതുപോലെ ഗ്രീനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ഡ്രൈ ആവണം. അതിന് ശേഷം കാണാം. അങ്ങനെ ഇതേ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഡ്രൈ ആയിട്ട് മാത്രം എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പേപ്പർ തമ്മിൽ ഒട്ടിപ്പോകും. പിന്നെ ഞാനിതുപോലെ സ്ക്വയർ പീസാണ് എടുക്കുന്നത്. എല്ലാ വശവും 3 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ പീസ്. എന്നിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒരു കോണിലോട്ട്. പിന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. പിന്നെ അതിന് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 പ്രാവശ്യമാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിവർത്തുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കട്ടിങ് കൊടുക്കുക. കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ. പിന്നെ ഒന്നും കൂടെ നിവർത്തുമ്പോൾ അതിൻ്റെ സെൻറ്ററിലും ജസ്റ്റ് ഒന്ന് കട്ടിങ് കൊടുക്കുക. പിന്നെ നമുക്കത് നിവർത്തി കൊടുക്കുക. അപ്പം നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. പിന്നെ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും പെറ്റലിൻ്റെ അടിയിൽ അങ്ങനെ കട്ടിങ് കൊടുക്കണമെങ്കിൽ കട്ടിങ് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു പീസും അതുപോലെ ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഈ ഒരു ഫ്ലവറിനെ ഷേപ്പാക്കി എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതുപോലെ ഒരു എന്തെങ്കിലും സ്റ്റിക്ക് എടുത്തിട്ട് ഓരോ പെറ്റലിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ പെറ്റലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒറിജിനൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ലുക്കായിരിക്കും ഇങ്ങനെ ഫുള്ള് ചെയ്ത് വരുമ്പോഴത്തേക്കും. കണ്ടില്ലേ, ഇനി മറ്റേതും അതേപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഇതേ രണ്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 4 സെൻറ്റിമീറ്റർ എല്ലാ വശവുമുള്ള ഒരു ഗ്രീൻ പീസ് എടുക്കുക. നമ്മൾ നേരത്തെ ഷെയ്ഡ് കൊടുത്തല്ലോ, അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്യുക, ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. കണ്ടില്ലേ, എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് നീളത്തിൽ ഒരു പെറ്റലല്ല, നമ്മൾ ലീഫിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി എന്നിട്ട് അത് നിവർത്തി കൊടുക്കുക. I work hard each and every day. I get lost in the words I say. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ പെയിൻറ് ഉണങ്ങണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിവർത്തിയാൽ പിന്നെ കിട്ടൂല, അവിടെ ഒട്ടിപ്പോകും. എന്നിട്ട് ഈ ഒരു ലീഫ് ഇതുപോലെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലീഫ് റെഡി ആയിട്ടുണ്ട്, ഫ്ലവറിൻ്റെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ആക്കി എടുക്കണ്ടേ. അതിന് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് എടുക്കുക. അതിൻ്റെ താഴെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മറ്റേ ഷേപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്ക് എടുത്ത് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഞാൻ ഈർക്കിളി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഫ്ലവറിൻ്റെ താഴെയായിട്ടും ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ലീഫിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പേപ്പറല്ലേ, പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അങ്ങനെ ഞാനിത് കുറച്ചധികം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 10 ഫ്ലവറാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതുപോലെ ഒരു ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടല്ലോ, ക്രാഫ്റ്റ് വയർ, അതെടുക്കുക. 2 എടുക്കുക. എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കുക. അങ്ങനെ ഇത് ഫുള്ളായി പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവർ ക്രൗൺ ആർക്കാണോ, കുട്ടികൾക്കാണോ വലിയവർക്കാണോ ആർക്കാണോ ഉണ്ടാക്കുന്നത്, അവരുടെ ആ ഒരു അളവ് എടുത്തിട്ട്, തലയുടെ അളവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ, സർക്കിളാക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് പിന്നെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, അവളുടെ ആ ഒരു ഹെഡിൻ്റെ അളവ് എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രീൻ ടാപ്പാണ് വേണ്ടത്. അപ്പോൾ ഗ്രീൻ ടാപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സർക്കിളിന് ചുറ്റി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടാപ്പുമ്മ ഒരു തരം പശയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിക്കായി നിന്നോളൂ. അപ്പോൾ എന്നാലും നമ്മൾ ഫസ്റ്റും ലാസ്റ്റും ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ സെക്യൂറായിട്ട് ഒട്ടി നിൽക്കും. അങ്ങനെ അതേ ഫുള്ളായി ചുറ്റി കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ ഇത് ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതേ ഫേവുകൾ അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറൊക്കെ ഇതിൽ ആഡ് ചെയ്യാന്നുള്ള പണിയേ ഉള്ളൂ. അപ്പോൾ ഇതേ ഫേവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫേവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഓരോ ഫ്ലവറും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചിങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് ഓരോന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എത്ര ഗ്യാപ്പ് വിടണം എന്നുള്ളത് നമ്മുടെ എത്രത്തോളം ഫ്ലവർ ഉണ്ടാക്കിക്കണോ അതിനനുസരിച്ച് ഇരിക്കും കേട്ടോ. ഞാനിവിടെ 10 ഫ്ലവറാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എനിക്ക് 8 ഫ്ലവറിൻ്റെ ആവശ്യം വന്നിട്ടുള്ളായിരുന്നു കേട്ടോ ലാസ്റ്റ് കഴിഞ്ഞപ്പം. പിന്നെ ഞാൻ 2 എക്സ്ട്രാ ഉണ്ടായപ്പോൾ പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ഇടയിൽ ഗ്യാപ്പിൽ ഓരോന്നായിട്ട് അങ്ങനെ കൊടുത്തു. ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ടാണ് ആദ്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മുടെ ഫ്ലവർ ക്രൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേപ്പർ ഫ്ലവർ ക്രൗൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ബർത്ത്ഡേക്ക്, ആനിവേഴ്സറി, പിന്നെ അതുപോലെ തന്നെ ഹൽദി, ഗുലാബി അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിനൊക്കെ നമുക്ക് ആ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഇതുപോലെ A4 ഷീറ്റിന് പെയിൻറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സംഭവം നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ മുളക്ക് ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയുണ്ട്, സംഭവം പൊളിയല്ലേ? അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, കീപ് ഗോയിങ്, ഹാവ് എ ലൈഫ്.